അപ്പൊ ഇന്ന് നമുക്ക് നല്ല അടിപൊളി സ്വീറ്റ് കോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൂന്നാർ പോയപ്പോ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് സ്വീറ്റ് കോൺ. അതിന് മുന്നേയും കുറെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മൂന്നാറിന്ന് കഴിച്ചതാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അത് നല്ല തണുത്ത വെതറിൽ നല്ല ചൂടുള്ള സ്വീറ്റ് കോൺ കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാ. അപ്പൊ അവിടുന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല മസാലയൊക്കെ തേച്ചിട്ടുള്ള ഒരു സ്വീറ്റ് കോൺ ആണ് ഞാൻ ആക്കുന്നത്. ഇതിന് ആദ്യം തന്നെ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം. മഞ്ഞപ്പൊടി ഇടുന്നത് എന്താന്ന് വെച്ചാൽ സ്വീറ്റ് കോണിൽ വല്ല കെമിക്കലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നത് നല്ലതാ. പിന്നെ നമ്മൾ സ്വീറ്റ് കോണിന് ഒന്നുകൂടെ കുറച്ച് കളർ കിട്ടുവേ, നല്ല യെല്ലോ ഷെയ്ഡ്. നമുക്ക് അതിലൊരു 6 മിനിറ്റ് 8 മിനിറ്റ് അടുപ്പിച്ച് നമുക്ക് അതിലിട്ട് തിളപ്പിക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മളെ മസാല റെഡിയാക്കാം. മസാല ഭയങ്കര സിമ്പിൾ ആണ്. കുറച്ച് ഉപ്പും കുറച്ച് മുളകും എടുക്കുക. ചെറുനാരങ്ങ ഉണ്ടാവില്ല, അതിന്റെ ഒരു മുറി മതിയാവും. പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ നല്ല രീതിയിൽ വെന്ത് വന്നാൽ നമുക്ക് അത് മാറ്റി വെക്കാം. പിന്നെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്ക് മസാല നല്ല രീതിയിൽ പുരട്ടി കൊടുക്കാം. ആ ഹാഫായി വെച്ച ചെറുനാരങ്ങ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് മുളകിൽ ഉള്ള മസാലയിൽ മുക്കിയിട്ട് സ്വീറ്റ് കോണിന്റെ എല്ലാ സൈഡിലും നമുക്ക് നല്ല രീതിയിൽ പുരട്ടി കൊടുക്കാം. അതേപോലെ പിന്നെ ചൂടൊക്കെ തണിഞ്ഞ് കുറച്ച് ചെറിയ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എല്ലാവരും കയ്യിൽ സ്വീറ്റ് കോൺ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടാവും.